ഇത്തവണ NH-66 ഉദ്ഘാടന പരിപാടി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല. നമുക്കറിയാം NH-66 എങ്ങനെയാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത്. മുടങ്ങിപ്പോയ പദ്ധതിയാണ്, മരണപ്പെട്ട പദ്ധതി. 2014 ഈ പദ്ധതി ഇനി കേരളത്തിൽ നടക്കില്ല, അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന് റിട്ടേണായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലപാട് സ്വീകരിച്ച് അവരുടെ ഓഫീസും പൂട്ടിപ്പോയത്. അന്നത്തെ UDF ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ പദ്ധതി മുടങ്ങാൻ കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പ്രകടന പത്രികയിൽ തന്നെ LDF പറഞ്ഞിരുന്നു, LDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി മുടങ്ങിപ്പോയത് തിരിച്ചു കൊണ്ടുവരാൻ ഇടപെടും. അങ്ങനെ പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഭാഗമായി കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ തരേണ്ടതുണ്ട്. പക്ഷെ അത് തരാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ NH-66 ഉദ്ഘാടനം സെപ്പറേറ്റ് വേണമായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിന്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ?